ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കണ്ണിൽ നോക്കി കരുതൽ കാരുണ്യം കൈമാറുന്ന നാളുകളായി നോമ്പുകാലം മാറട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ മനോഹരമായിട്ടത് പഠിപ്പിക്കുന്നുണ്ട്. നോമ്പുകാലത്ത് നീ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സ്നേഹത്തോടെ കണ്ണിലേക്ക് നോക്കി ചെയ്യാൻ നിനക്ക് സാധിക്കുന്നു. ജീവിത പങ്കാളിയുടെ മക്കളുടെ ഒപ്പം പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ സങ്കടമറിയണമെങ്കിൽ അകക്കാമ്പിലെ അസ്വസ്ഥതകളെ നിനക്ക് മനസ്സിലാക്കാൻ സാധ്യമാകണമെങ്കിൽ കണ്ണിലേക്ക് നോക്കണം. അകത്തുള്ള അസ്വസ്ഥതകളെ ഇങ്ങനെ കണ്ണിലൂടെ, അത് സങ്കടമായിട്ടും കണ്ണീർ കടലായിട്ടുമൊക്കെ പുറത്തു വരും. ഈ വീർപ്പുമുട്ടലുകളും കണ്ണീരും തമ്മിലുള്ള വ്യത്യാസം, കണ്ണീരെന്ന് പറയുന്നത് അകത്തുള്ള നൊമ്പരങ്ങളെ പ്രകടിപ്പിക്കുന്ന അടയാളമാണ് എങ്കിൽ നെടുവീർപ്പുകൾ, വീർപ്പുമുട്ടലുകൾ, ദീർഘനിശ്വാസങ്ങൾ അതിനെ ഇങ്ങനെ അകത്തൊതുക്കുന്നൊരു പ്രവൃത്തിയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പുകാലത്ത് ഈ കണ്ണീരിനെ അനുഗ്രഹമാക്കി മാറ്റാൻ, കണ്ണിലേക്ക് നോക്കി അവിടെ സങ്കടമുണ്ടെന്നും നൊമ്പരമുണ്ടെന്നും മനസ്സിലാക്കാനാവട്ടെ. അയൽക്കാരനൊരു ചേട്ടൻ കടന്നു പോകുന്ന വഴിയിൽ മകൻ 8ാം ക്ലാസ്സുകാരൻ വിശേഷം തിരക്കിയപ്പം ഒന്നുമില്ലെന്ന് പറഞ്ഞ് പോകാൻ ശ്രമിച്ച ആ മനുഷ്യനെ അടുക്കളയുടെ ജനൽ വഴി കണ്ട അമ്മ പറഞ്ഞു, വാ നമുക്കൊരിത്തിരി ചെണ്ടമുറിയൻ കപ്പ കഴിച്ചിട്ട് പോകാം. വിളിച്ചപാടെ ആ മനുഷ്യൻ ഉമ്മറത്ത് വന്നിരുന്ന് ആ ചെണ്ടമുറിയൻ കപ്പ കഴിച്ച് മടങ്ങിപ്പോകുമ്പം മകനെ അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അമ്മേ, ആ മനുഷ്യന് വിശക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കെങ്ങനെ മനസ്സിലായി? അമ്മ പറഞ്ഞ മറുപടി, ഒരാളുടെ വിശപ്പറിയാൻ, ജീവിതത്തിൻ്റെ അവസ്ഥകൾ വായിച്ചെടുക്കാൻ കണ്ണിലേക്ക് നോക്കണം. നമുക്കും ഈ നോമ്പുകാലത്തെ കണ്ണിൽ നോക്കി അനുഗ്രഹത്തിൻ്റെ നാളുകളാക്കി മാറ്റാൻ, അവരെ പരിഗണിക്കാൻ ശ്രദ്ധിക്കും. ഈശോയെ, കണ്ണിൽ വിരിയുന്ന മഹാനുഗ്രഹത്തിൻ്റെ സാധ്യതകളെ, സങ്കടാനുഭവങ്ങളെ കാണാൻ കാഴ്ച തരണേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.